രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയിൽ പിടിമുറുക്കിയതോടുകൂടി അദ്ദേഹത്തിൻ്റെ എതിരാളികളായിട്ടുള്ള, പ്രത്യേകിച്ചും പണ്ട് പി കെ കൃഷ്ണദാസിൻ്റെ എതിരായി നിന്നിട്ടുള്ളവരെയൊക്കെ വെട്ടിനിരത്തലിൻ്റെ രീതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ ശക്തമായ പോരാട്ടം, ഒരു ത്രികോണ പോരാട്ടത്തിലേക്ക് നയിച്ചത് ശോഭാ സുരേന്ദ്രൻ്റെ സാന്നിധ്യമാണ്. അതല്ലായിരുന്നെങ്കിൽ ഇടതുപക്ഷവും യു ഡി എഫും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന മണ്ഡലമാണ് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം. ആറ്റിങ്ങൽ അതുപോലെ ഒരു പ്രതീതി ഉണ്ടാക്കാൻ കഴിഞ്ഞു. വി മുരളീധരൻ വെറുതെയല്ല, അതിഭയങ്കരമായ, ഒരുപക്ഷെ കേരളത്തിൽ മറ്റൊരു ലോക്സഭാ മണ്ഡലത്തിലും കാണാത്ത വളരെ കൃകൃത്യമാർന്ന ഒരു ത്രികോണ പോരാട്ടം ആറ്റിങ്ങലിൽ സംഭവിച്ചു. ഒരുപക്ഷെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ത്രികോണം എന്ന് നേരിട്ട് പറയാൻ കഴിയില്ല, അത്രയ്ക്ക് CPI വോട്ടുകൾ ദുർബലമായിരുന്നു. മത്സരം കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരുന്നു. രാജീവ് ചന്ദ്രശേഖരനെ 16,077 വോട്ടുകൾക്കാണ് ശശി തരൂർ പരാജയപ്പെടുത്തിയ 4ാമതും MP ആയ. ഇവിടെ എടുത്തു പറയേണ്ടത്, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ഒരുങ്ങുകയാണ് വി മുരളീധരൻ. അതുപോലെ തന്നെ കൃത്യമായും ശോഭാ സുരേന്ദ്രനെ ആലപ്പുഴ ഏതെങ്കിലും ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ നിർത്തണം എന്നുള്ള രീതിയിലേക്കാണ്. കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത്. എന്നാൽ രാജീവ് ചന്ദ്രശേഖരൻ കൃത്യമായി കേന്ദ്രത്തോട് നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അത്തരത്തിലല്ല, ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമാണ് എന്നുള്ള രീതിയിലാണ്. ബി ജെ പിയിൽ നമുക്കറിയാം, ഗ്രൂപ്പിസം അതിശക്തമായിരുന്ന കാലഘട്ടം അന്നുമുണ്ട് ഇന്നുമുണ്ട്. ബി ജെ പി ടീമിനെ നയിക്കുന്ന രീതിയിൽ നായരാധിപത്യം ഉറപ്പിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെ അതിൽ പല നേതാക്കളെയും വിജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ കൊടുക്കാതിരിക്കുക. പ്രത്യേകിച്ചും കഴക്കൂട്ടത്ത് CPIM BJP പോരാട്ടമാണ് കഴിഞ്ഞ 2 തവണയായി നേർക്കുനേർ, നിയമസഭാ തെരഞ്ഞെടുപ്പിലായിരുന്നാലും ഒക്കെ കാണുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണെങ്കിൽ കോൺഗ്രസും BJPയും തമ്മിലാണ് ഇഞ്ചോടിഞ്ച് പോരാട്ടം. അവിടെ BJPക്കാണ് എഡ്ജ് കഴക്കൂട്ടത്ത്. ഇവിടെയാണ് വി മുരളീധരൻ കഴക്കൂട്ടത്ത് മത്സരിക്കേണ്ട, പകരം ആറ്റിങ്ങൽ പാർലമെൻറ്റിൻ്റെ കീഴിലെ വർക്കലയിൽ അദ്ദേഹത്തിനെ മത്സരിപ്പിക്കണം എന്ന കൃത്യമായ നിർദ്ദേശവുമായി വന്നിരിക്കുന്നു. ഒന്ന് ആലോചിക്കണം, വർക്കല നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ആറ്റിങ്ങലിൽ ലീഡ് നേടിയെടുക്കാൻ വി മുരളീധരന് കഴിഞ്ഞെങ്കിലും വർക്കലയിൽ കഴിഞ്ഞില്ല. വർക്കലയിൽ അവിടെ വി ജോയി തന്നെയാണ് ഒന്നാമതെത്തിയത്. തൻ്റെ നിയോജക മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും ലീഡ് വിട്ടുകൊടുക്കാൻ വി ജോയി സമ്മതിച്ചില്ല. വി ജോയിക്ക് നേരിയ മുൻതൂക്കം ഉണ്ടായിരുന്നു താൻ. കഴക്കൂട്ടത്താണ് വി മുരളീധരൻ മത്സരിക്കുന്നതെങ്കിൽ ജയം സുനിശ്ചിതമാകുന്ന സാഹചര്യമാണിപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായിരിക്കുന്നു. ഏറ്റവും കുറഞ്ഞത് 5,000 മുതൽ 10,000 വരെ വോട്ടിൻ്റെ ലീഡ് നേടിയെടുക്കാൻ കഴക്കൂട്ടത്ത് ഇപ്പോൾ വി മുരളീധരന് കഴിയും എന്ന സാഹചര്യം വരുമ്പോൾ അദ്ദേഹത്തിനെ ഒതുക്കുക, അതായത് BJPയിൽ തമ്മിലടി അതിരൂക്ഷമാണ്. ഇത് BJPയുടെ വോട്ട് ഷെയറിനെ കുറയ്ക്കും, ഗണ്യമായി കുറയ്ക്കും. തമ്മിലടി കാരണം BJPക്ക് പതിവിലും താഴെയായിരിക്കും അവരുടെ ഗ്രാഫ്, താപ്പോട്ട് തന്നെ പോകും എന്ന വിലയിരുത്തലാണ് BJPയുടെ നേതാക്കൾ തന്നെ പലരും പറഞ്ഞിരിക്കുന്നത്.